നമുക്കിടയിലെ പാട്ടുകാരൻ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നിരവധി സ്റ്റേജ് ഷോകളിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ പാടിയ സംഗീത മാഡം. നമസ്തേ. അപ്പോ സംഗീത പാട്ടിൽ തന്നെ പേരിൽ തന്നെ സംഗീതം നമ്മളിപ്പോ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോ ആണ്. അപ്പോ ഈ സ്റ്റേജ് ഷോ അതുപോലെ സിനിമയിലൊക്കെ പാടിയത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ? ഞാന് ചെറുപ്പം മുതൽ തന്നെ മ്യൂസിക് തന്നെ ഫീൽഡായിട്ട് കൊണ്ട് നടക്കണം എന്നൊരു ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. ഫാദർ പാട്ടുകാരൻ തന്നെയായിരുന്നു. അച്ഛനിപ്പോ എന്നോടൊപ്പം ഇല്ല, മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് സംഗീത രംഗത്ത് തന്നെ തുടർച്ചയായിട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2023 കോഴിക്കോട് മണിരാജ് പൂനൂർ എന്ന് പറയുന്ന നാടക സംവിധായകൻ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ചിത്രമാണ് ആ മൂവിയിൽ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടിയത്. സിനിമ റിലീസ് ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ 1-2 വർക്കുകൾ പാടിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പുറത്ത് റിലീസ് ആയിട്ടില്ല. ആ സിനിമ റിലീസ് ആയില്ലെന്ന് വന്നു. ആ പാട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതേതാണ് ആ പാട്ടൊന്ന് പാടാൻ പറ്റും? ആമല ഈ മല അങ്ങേ പൂമല കേറി മറിഞ്ഞേവാ, താഴപ്പൂങ്കാറ്റിലെ ചന്ദനക്കാട്ടിൽ പാറിപ്പറന്നേവാ. അങ്ങനെ പോകുന്നു. PK ഗോപി സാറിന്റെ വരികളാണ്. മ്യൂസിക് നൽകിയിരിക്കുന്നത് സുനിൽ ഭാസ്കർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. നമ്മള് പല നടന്മാരും നടികൾ ആദ്യം അഭിനയിച്ച സിനിമ ചിലപ്പോ എങ്ങും എത്താറില്ല, പക്ഷെ പിന്നീട് അല്ലെങ്കിൽ അതിന് ശേഷം അഭിനയിച്ച സിനിമകളൊക്കെ വൻ ഹിറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സമയം അല്ലെങ്കിൽ നിമിത്തം എന്നൊക്കെ പറയും. ചിലപ്പോ എല്ലാ ചേരുവകളും ഒരുപോലെ ചേരുമ്പോയിരിക്കും അതൊരു നവരസമായി അല്ലെങ്കിൽ ഒരു ഗുഡ് പെർഫോമൻസ് ആയി മാറുന്നത്. അപ്പോ ഈ സ്റ്റേജ് ഷോകളിലൊക്കെ എങ്ങനെയാണ്? ചെറുപ്പം മുതൽ ഞാന് ഗാനമേളയ്ക്ക്, നമ്മുടെ സാധാ പ്രൊഫഷണൽ ഗാനമേളയ്ക്ക് അങ്ങനെ അവസരം കിട്ടി അങ്ങനെ പാടുന്നതാണ്. അവിടെ നിന്നാണ് ഏഷ്യാനെറ്റിലെ സംഗീത സാഗരം എന്ന പ്രോഗ്രാമിൽ പാടിയിട്ടുണ്ട്. സൂര്യകാന്തിയിലെ സസ്നേഹം എന്ന പ്രോഗ്രാം കോമ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന അവസരങ്ങൾ തന്നെ. പിന്നെ പാട്ട് പഠിച്ചിട്ടുള്ളത് MG രാധാകൃഷ്ണൻ അങ്കിളിന്റെ അടുത്താണ് പാട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സംഗീത രംഗത്ത് കുറച്ചുകൂടി അവസരങ്ങൾ വരണം എന്നാണ് താല്പര്യപ്പെടുന്നത്. നല്ല അവസരങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും പാടണം, പാട്ടുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ നമ്മുടെ കണ്ണൂരിൽ എങ്ങനെ എത്തിപ്പെട്ടു? കണ്ണൂരിൽ നമ്മുടെ പ്രശസ്ത നടി കണ്ണൂർ ശ്രീലത ആന്റിയുടെ അടുത്ത സുഹൃത്താണ്. അപ്പൊ ആന്റിയുമായിട്ടുള്ള ബന്ധമാണ് കണ്ണൂര് എന്നെ താമസിക്കാൻ പ്രേരിപ്പിച്ചത്. ആന്റിയുടെ ഹസ്ബൻഡ് പ്രകാശൻ കണ്ണൂർ, അത് എഴുത്തുകാരനും കവിയുമായിരുന്നു. ഇപ്പൊ സെപ്റ്റംബറിലാണ് നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹമാണ് കണ്ണൂര് എന്നെ എന്താ പറയാ താമസിക്കണം എന്നുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ണൂര് താമസിക്കാന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. നമ്മുടെ നടൻ ശ്രീനിവാസൻ ആരെങ്കിലും എന്റെ മോളെയും കൂടി അത് കണ്ണൂർ ശ്രീലതാമ്മ പറഞ്ഞേ എന്റെ മോളെയും കൂടി അഭിനയിപ്പിക്കും. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾ ഒരു നല്ല നടിയായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ സിനിമയിൽ ഈ റെക്കമെൻഡേഷന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ ഐഡന്റിറ്റി ആണോ വെളിവാക്കേണ്ടത്? കഴിവ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ റെക്കമെൻഡേഷൻ, നമ്മുടെ അവസരങ്ങൾ വരുമ്പോൾ മോട്ടിവേഷൻ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഫിലിമിലുള്ള ഇൻഡസ്ട്രിയിലോട്ടുള്ള വഴി എളുപ്പമാണ്. നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും സമയവും ലക്കും ചിലരുടെ കാര്യത്തില് മോട്ടിവേഷൻ ചെയ്യാതെ തന്നെ സ്വന്തം കാലിലെത്തി രക്ഷപ്പെട്ട ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഫിലിം ഫീൽഡിലുണ്ട്. രണ്ടും നമുക്ക് ഇപ്പോ നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ ഒരാളുണ്ടെങ്കിലും അത് നല്ല കാര്യം തന്നെയാണ്. നമുക്ക് അതുപോലെ തന്നെ കഴിവുണ്ടെങ്കിൽ നമ്മുടെ സമയവും അനുകൂലമാണെങ്കിൽ ഒത്തിരി കലാകാരന്മാർ മോട്ടിവേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഫിലിം മേഖലയിൽ ഉന്നതിയിലും എത്തിയിട്ടുണ്ട്. അതുപോലെ ഇതൊരു സാമ്പത്തികം ഒരു പണിയായി കാണാതെ ഒരു പാഷനായിട്ട് കണ്ടിട്ട് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ ലാൽ ജോസ് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇതൊരു പാഷനായി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇതിലൊരിക്കലും നമ്മൾ സാമ്പത്തികം, ഈ കലയിൽ സാമ്പത്തികം പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ അത് നമുക്ക് നമ്മുടേതായ ഒരു ഇതിലേക്ക് വന്നു ചേരുക ചെയ്യുക. സാമ്പത്തികമൊക്കെ നമ്മൾ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തുക. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്, ശരിക്കും എന്താണ്, അങ്ങനെയാണോ? സാമ്പത്തികം എന്ന് പറയുമ്പോൾ സാമ്പത്തികം ഒരു മനുഷ്യന് അത്യാവശ്യമാണെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള സംഗീതം പാഷനായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിലായിക്കോട്ടെ, റിയാലിറ്റി ഷോകളായിക്കോട്ടെ, അതിലൊക്കെ തന്നെയും രക്ഷകർത്താക്കളെ, കുട്ടികളെ ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ച് പഠിപ്പിച്ചിട്ട് കലാതിലകമൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറയുമ്പോൾ അതൊരു
പാഷൻ അല്ല, അവരുടെ ഒരു അന്നേരമുള്ള ഒരു പ്രശസ്തിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള സംഗീതത്തിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്താണെങ്കിൽ കൂടിയും ശരിക്കും ശുദ്ധമായ സംഗീതത്തിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടി ഒരു നമ്മുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. സാമ്പത്തിക ഒരു ഇത് തന്നെയാണ്. അല്ല, നിങ്ങൾ പറഞ്ഞ ഇപ്പൊ അവിടെ ഒരു പോയിന്റ്, അതായത് പ്രലോഭിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ ആവശ്യം രക്ഷിതാക്കളുടെ നിർബന്ധം, അപ്പൊ അത് ആ ഒരു ലിമിറ്റ്, ആ ഒരു പീരീഡ് വരെ അവർക്ക് അത് കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും ചില ആളുകൾ ചിലര് മാത്രമാണ് അതിന് പുറത്ത് വന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്നത്. ചിലര് ആ ഒരു അന്നേരത്തെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം രക്ഷകർത്താക്കളുടെ നിർബന്ധ പ്രകാരം മാത്രം വേണ്ടിയിട്ട്, അതിപ്പോ കലോത്സവ വേദികളിലായിരുന്നാലും കോമ്പറ്റീഷൻ ദിനങ്ങളിലായിരുന്നാലും ഒരു എന്താ പറയാ ഒരു ആരോഗ്യപരമായ മത്സരം നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു നിർബന്ധിതമായ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അതൊരു നമ്മളെ കലയെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി തന്നെ. അതുപോലെ ഈ ചാനലുകളില് മത്സരം ഫ്ലാറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ കോടി രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഇതുപോലെയുള്ള പാട്ടുകാർ അല്ലെങ്കിൽ നർത്തകര് എന്തായിക്കോട്ടെ, അപ്പൊ അവര് ശരിക്കും ചില ആള് നല്ല രീതിയിൽ പാടിയിട്ട് പുറത്തേക്ക് ഏഷ്യാനെറ്റിലെ മറ്റേ നമ്മുടെ സ്റ്റാർ സിംഗർ ഒക്കെ പാടി ഒരുപാട് ആള് നല്ല സിംഗർ ആയിട്ടുണ്ട്. അപ്പോ ചില ചാനലുകളിൽ അവർക്ക് പുറത്ത് പാടാനൊന്നും ഒരു അവസരം കിട്ടാറില്ല. അപ്പോ അത് ശരിയാണോ? അത് ശരിയല്ല. ശരിക്കും ടാലന്റ് ഉള്ള കുട്ടികളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സംഗീത ഗ്രൂപ്പുകളുടെ ഇടയിൽ തന്നെ ഒരു ഗ്രൂപ്പിസം, അവർക്കൊരു എന്താ പറയാ ഒരു ഗ്രൂപ്പിസം ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും വളർന്നു വരുന്ന ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതൊരു കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ അത്രയും ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് അവർക്കൊരു റിസൾട്ട് ശരിക്കും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോ സ്റ്റാർ സിംഗറിൽ ഇപ്പോ പറഞ്ഞതുപോലെ ശ്രീരാഗ് പോപ്പുലാരിറ്റിയിൽ ഏറ്റവും വാല്യൂ ഉള്ള കണ്ടസ്റ്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം വിന്നറാവാൻ പറ്റിയില്ല. എങ്കിലും ജനമനസ്സുകളിൽ അദ്ദേഹം ഇപ്പോഴും ജനങ്ങൾ തീരുമാനിച്ചത് ശ്രീരാഗ് തന്നെയാണ് വിന്നർ എന്നാണ്. അങ്ങനെ ഒരു നല്ലൊരു പാട്ട്, നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ പൂത്തനാൾ മധു തേടിപ്പോയി താഴെ തളിയാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ വീണം പൂത്തനാൾ മധു തേടിപ്പോയി. അപ്പോ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്തി, കണ്ണൂര് ജീവിത ശൈലികളൊക്കെ അല്ലെ, കണ്ണൂരുകാരുടെ സ്നേഹം അങ്ങനെ? സ്നേഹം കണ്ണൂര് ശരിക്കും തിരുവനന്തപുരം ആയിരുന്നപ്പോ എന്നെ രാഷ്ട്രീയ രംഗം, കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പൊളിറ്റിക്സ് ആണല്ലോ മുന്നിൽ വരിക. അപ്പൊ കുറച്ച് എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ഇറങ്ങി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഇവിടെ വന്നപ്പോ എനിക്ക് ഒന്നും ഏറ്റവും സ്നേഹമായിട്ട് പെരുമാറുന്നത് കണ്ണൂർക്കാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ട്രിവാൻഡ്രം മറ്റെല്ലാ ജില്ലകളെയും അപേക്ഷിച്ചിട്ട് എന്നോട് ചോദിച്ചാല് ഞാൻ എപ്പോഴും എന്താ പറയാ ഫസ്റ്റ് ആയിട്ട് പറയുന്ന ജില്ല കണ്ണൂർ തന്നെയാണ്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. കണ്ണൂര് നല്ല ഫുഡ്, നല്ല അതായത് രാഷ്ട്രീയം അല്പം മാറ്റി വെച്ചാൽ, രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതും സ്നേഹം കൊണ്ട് മാത്രമാണ് ഇത്രയും പോയത്. അതായത് അവർക്ക് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു മരിച്ച വീട്ടിലായിക്കോട്ടെ, ഒരു കല്യാണ വീട്ടിലായിക്കോട്ടെ, ആ സ്ഥലങ്ങളിലൊന്നും ഇവർ ഈ രാഷ്ട്രീയം കാണിക്കില്ല. ഈ ഇലക്ഷൻ വരുമ്പോൾ അതാണ് ഈ കണ്ണൂരിന്റെ പ്രത്യേകത. മറ്റ് എല്ലാ കാര്യങ്ങളും ഒത്തിരി ഇഷ്ടമാണ് കണ്ണൂരിലെ ജനങ്ങളെയും കണ്ണൂരിന്റെ സംസ്കാരം, തെയ്യങ്ങൾ, മുത്തപ്പനും ഒക്കെയുള്ള കണ്ണൂർ പറശ്ശിനിക്കട ക്ഷേത്രങ്ങൾ, രാജരാജേശ്വരി ക്ഷേത്രം, തൃച്ചപ്പുരം, അതുപോലെ കണ്ണൂരെല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ മറ്റു ജില്ലകള് മോശമല്ല. ഓരോ ജില്ലക്കും ഓരോ പ്രാധാന്യമുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, തോട്ടം തോറും വാഴ, ദേശം തോറും ഭാഷ. അപ്പോ ഓരോ ദേശത്തിലെ ഭാഷക്കും അതിന് പ്രാധാന്യമുണ്ട്. അപ്പം തിരുവനന്തപുരം ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റുമോ പ്രേക്ഷകർക്ക് വേണ്ടി? തിരുവനന്തപുരം ലാംഗ്വേജ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ സ്വരാജിന്റെ ഒക്കെ ഒരു സുഖങ്ങളൊക്കെ തന്നെയല്ലോ അല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? അതിന് ആ ഒരു സ്ലാങ്ങിന് പ്രത്യേകത. സുരാജ് വെഞ്ഞാറമൂട് അതല്ല, ആ ഒരു മമ്മൂട്ടിയുടെ സിനിമയിൽ നമ്മുടെ എന്താ പേര്, ആ പോത്തിന്റെ ഒക്കെ രാജമാണിക്യം, അതിൽ ആ സ്ലാങ് ആണ് ആ ഒരു സിനിമയെ എനിക്ക് തോന്നുന്നു
അല്ലേ? സുരാജ് ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഒരു ഇല്ലക്കാർക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു പാട്ടില്ല. തിരുവനന്തപുരത്തിന് എന്തരോ മഹാനുഭാവന് ഒരു പാട്ട് തന്നെ സ്വന്തമായിട്ടുള്ള പാട്ടൊന്ന് പാടാം. എന്തരോ മഹാനുഭാവുരോ അന്തരീ വന്ദമോലു എന്തരോ അതുപോലെ ഇപ്പം നമ്മള് പുതിയ സർക്കാരുകളൊക്കെ വന്നു. അപ്പോ സ്ത്രീകൾക്ക് എങ്ങും, അതായത് കാസർഗോഡ് പോവാം, കോഴിക്കോട് പോവാം, എവിടെയും പോകാനായിട്ട് ഇപ്പൊ സൗജന്യ യാത്രയുണ്ട്. അപ്പോ അത് ഈ എങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടോ ഒരു സൗജന്യം? തീർച്ചയായിട്ടും അത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സൗകര്യപ്രദവും ഉപകാരവുമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് പ്രിയദർശിനി സൗജന്യ യാത്ര. അതെനിക്ക് തോന്നുന്നു സാമ്പത്തികമുള്ളവർ അത് അറിഞ്ഞിട്ട് അത് കുറച്ചുകൂടി അത് മാറി നിൽക്കാമെങ്കിൽ കുറച്ചുകൂടി സാധാരണക്കാരുടെ കൈകളിലേക്ക് അത് എത്തുമല്ലോ. പ്രിയദർശിനി സൗജന്യ യാത്ര തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സർക്കാർ എടുത്ത ആ തീരുമാനം വളരെ നല്ല. ഇപ്പൊ പെൻഷൻ പദ്ധതി 3000 മറ്റേ അങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് സർക്കാർ പ്രതീക്ഷയുള്ള സർക്കാർ തന്നെ. അതുപോലെ പ്രിയദർശിനിയുടെ മറുവശം, ഞങ്ങള് ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക് ഇറങ്ങിയപ്പോ, പ്രൈവറ്റ് മേഖലയിലേക്ക് ഇറങ്ങി, അവർക്ക് ഇന്ന് നേരത്തെ 1000 രൂപ 1200 രൂപ സാലറി വാങ്ങിച്ച ആള് 500 രൂപയിലേക്ക് ഒതുങ്ങി. അപ്പൊ അത് അവരുടെ ബസ് മേഖല, അതായത് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവരെ കണ്ണീരാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അത് സ്ത്രീകളാണ്, അതായത് അവര് പറയുന്നത് വെച്ചാല് ഈ സ്ത്രീകൾ, ഈ ജോലിക്കാർ, അതായത് ഗവൺമെന്റ് ജോലിക്കാർ, അതിനനുസരിച്ച ടൈമിൽ ഈ ബസ്സുകളുണ്ട്. അപ്പൊ അവരെല്ലാരും ആ ഒരു ബസ്സിൽ, ജോലിയുണ്ട്, സൗജന്യമാണ്. അപ്പൊ ഈ മേഖല തകരുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനെന്ന് നമുക്ക് എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റും? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന വനിതകള് സ്വയം ഒഴിവായാൽ അവര് അങ്ങനെ പ്രിയദർശിനി കൂടുതൽ ആശ്രയിക്കാതെ തന്നെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സാധാരണ ഉയർന്ന ശമ്പളം വാങ്ങാതെ ഒരു എന്താ പറയാ ടെക്സ്റ്റൈൽസിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർ മാത്രം പ്രിയദർശിനി ആശ്രയിച്ചാൽ കുറച്ചുകൂടി എല്ലാ ജനങ്ങളും ഒരുമിച്ച് കയറുമ്പോൾ അത് സ്വകാര്യ ബസ്സിനും സാമ്പത്തികമായിട്ട് അവരുടെ പ്രതിസന്ധി തന്നെയാണ്. അത് സർക്കാരും അത് സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കേണ്ട ഒരു തീരുമാനം. സ്വകാര്യ ബസ് ഇല്ല എങ്കിൽ നമുക്കിപ്പോ കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടില് 2 3 KSRTC ഉള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം ഈ സ്വകാര്യ ബസ്സാണ് ഓടുന്നത്. അപ്പോ അത് അന്നേരം നിങ്ങളെപ്പോലെ സ്ത്രീകൾക്ക് തന്നെയാണ് ആ ഒരു പ്രശ്നവും ഉണ്ടാകും, സമയത്തിനെത്തില്ല. അതെ അതെ അതെ, നമ്മളിപ്പോ ഒരു അർജന്റായിട്ട് നിൽക്കുന്ന സമയത്ത് പ്രിയദർശിനി നമുക്ക് അന്നേരം പറ്റില്ല. അന്നേരം നമ്മള് സ്വകാര്യ ബസ് തന്നെ ആശ്രയിക്കും. പക്ഷെ ഡിപ്പെൻഡിങ് ആയിട്ട് രാവിലെയും വൈകിട്ടും ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകള്, ഉയർന്ന ശമ്പളം മേടിക്കുന്ന സ്ത്രീകള് ഒന്ന് സ്വയം മാറി നിന്ന് കഴിഞ്ഞാല് പ്രിയദർശിനി സഹായിക്കണം എന്നുള്ള ഒരു സ്വയം ഒഴിഞ്ഞു നിന്നാല് പ്രിയദർശിനി കുറച്ചുകൂടി സ്വകാര്യ ബസ്സുകളുടെ ഒരു അവലാതിക്കും ഒരു തീരുമാനമാവും. ഉയർന്ന ശമ്പളം മേടിക്കുന്ന സ്ത്രീകൾ. ഇപ്പോ നമുക്ക് മറ്റു വിഷയത്തിൽ, അതായത് നിങ്ങളുടെ കൂട്ടുകാര്, അതുപോലെ കുടുംബം, അതൊക്കെ പ്രേക്ഷകരോടൊന്നും പറയും. എന്റെ മമ്മി എന്റെ കൂടെ തന്നെ കണ്ണൂരിൽ തന്നെ ഉള്ളത്. ബാക്കി റിലേഷനൊക്കെ ട്രിവാൻഡ്രം കല്ലറയിൽ തന്നെ. ഞാൻ ഒരാളെ ഉള്ളൂ. മമ്മി ഞാനുമാണ് എന്റെ കൂടെ പ്രോഗ്രാംസിനൊക്കെ വരുന്നത്. മമ്മി തന്നെയാണ്. അപ്പൊ ഈ സപ്പോർട്ട്, ഈ പാട്ടിനും അതുപോലെ തന്നെ സ്റ്റേജ് ഷോയിലും സിനിമയിലൊക്കെ സപ്പോർട്ട് ഫ്രണ്ട്സിൽ നിന്നാണോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാണോ? നല്ല സപ്പോർട്ടാണ്. പിന്നെ മമ്മി നാടി പാട്ടുകാരനെ ആയതുകൊണ്ട് തന്നെ കുട്ടിയിലെ തൊട്ട് മ്യൂസിക് തന്നെയാണ് ഫീൽഡായിട്ട് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫാമിലി എല്ലാം സപ്പോർട്ടാണ്. അവരെല്ലാം നാട്ടിലാണ്. നല്ലൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്, അതിന് ഓണമൊക്കെ അല്ലേ വരുന്നത്, ഓണപ്പാട്ട് പാടാൻ പറ്റും? തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. അപ്പോ എന്താണ് കാണുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്കിപ്പോ സ്ത്രീ എന്ന നിലയിൽ, നമ്മൾക്ക് നേരത്തെ നമ്മൾ ഒരു വാർത്തയിൽ കണ്ടായിരുന്നു, കേരളത്തില് വെളിയിൽ സ്ത്രീകൾക്ക് ഇത്രയും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഒരു 7 മണിയായി കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പിലെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട്, അതായത് ചാലക്കുന്നിൽ പോലും നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ലേഡി അവിടെ നിന്നപ്പോൾ ഒരു ബൈക്കുകാരൻ വന്നിട്ട് ആദ്യം പറഞ്ഞു എവിടെയാ പോകണമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ, ഞാൻ ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവര് പോയില്ല. പിറ്റേ ദിവസം അതേ സമയത്ത് അയാൾ വന്നു, ഇവിടെ കൊണ്ട് ഞാൻ. അപ്പോൾ
സ്ഥിരമായിട്ട് ഇവിടെയും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ എന്താണ് പറയേണ്ടത് പൊതു ജനങ്ങളെ? സുരക്ഷ എന്നും ഒരു തലവേദന തന്നെയാണ്, പ്രത്യേകിച്ചും കേരളത്തില്. ഞാന് കുറച്ചു നാൾ കർണാടകയിൽ ഉണ്ടായിരുന്നു. അവിടെ തമിഴ്നാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റിലെ സ്ത്രീ സുരക്ഷ അത്രയും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു 7 മണി കഴിഞ്ഞാല് സ്ത്രീകൾക്ക് പുറത്ത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസ്ഥക്ക് എനിക്ക് തോന്നുന്നു മാറ്റം വരണം. സർക്കാർ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി ബലമുള്ളതും ഒക്കെ ആക്കുമെന്നാണ് പ്രതീക്ഷ. നമ്മള് കർണാടകയിലായിരുന്നു. അപ്പൊ ഞാനും കർണാടകയിൽ ഉണ്ടായിരുന്നു ഒരുപാട് നാൾ. അപ്പൊ നമുക്കിവിടെ എല്ലാ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേറെ സീറ്റ് ഉണ്ടെങ്കിലും നമ്മളെല്ലാം മിക്സ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോ ആ ഒരു പ്രശ്നം ഇവിടെ സ്ത്രീകൾക്ക് വേറെ സീറ്റ് ആ ഭാഗത്താരും അങ്ങനെ ഉള്ളത് കൊണ്ടാണോ ഇവിടെ ഉള്ളത് കൊണ്ടാണ് മലയാളികളെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു അന്യരുടെ ജീവിതത്തിലോട്ട് ഒരു ഒളിഞ്ഞു നോട്ടുന്ന ഒരു പ്രവണത കൂടുതലുള്ളത് മലയാളീസിനാണ്. പക്ഷെ മറിച്ച് കർണാടകക്കാരനോ അല്ലെങ്കിൽ ഒരു തമിഴ്നാട്ടിൽ പോയാലോ അങ്ങനെ ഒരു എല്ലാ ബോയ്സും ഗേൾസും ഒരുപോലെ തന്നെ മിക്സ് ആയിട്ട് വളരുന്നു. എനിക്ക് തോന്നുന്നു മലയാളി കേരളത്തിന്റെ ഒരു കൾച്ചറിൽ അങ്ങനെ വളർന്നു, ഒരു ഒതുക്കി വളർത്തുന്ന ഒരു ടെൻഡൻസി മലയാളിക്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഒളിഞ്ഞ നോട്ടം. ഒരു ഡ്രസ്സ് കൂടുതൽ ഇട്ടാൽ അവരെ ഒളിഞ്ഞു നോട്ടുന്നു, അങ്ങനെ ഒരു പ്രശ്നം മലയാളീസിനാണുള്ളത്. മറ്റു രാജ്യക്കാർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ബസ്സിലോ ഒക്കെ അവര് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞു അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്, ടെക്നോ പാർക്കിൽ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഒത്തിരി പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ എപ്പോഴും സ്ത്രീകൾ അത് അഭിമുഖീകരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇത്രയും നേരം നമുക്കിടയിലെ പാട്ടുകാർ എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടിയിലേക്ക് സംഗീത ബാലകൃഷ്ണനാണ് നമ്മോടൊപ്പം ഉണ്ടായത്. ഒരുപാട് സിനിമകളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജ് ഷോയിൽ ഒക്കെ പാടാനും അതുപോലെ ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്കിടയിൽ ഒരു പാട്ടുകാരൻ എന്ന പരിപാടിയിൽ വന്ന് പ്രേക്ഷകർക്ക് വേണ്ടി 2-3 പാട്ടുകളൊക്കെ പാടി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പ്രേക്ഷകരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നന്ദി, വളരെ നന്ദി. എനിക്കും സന്തോഷം ഈ പ്രോഗ്രാമിൽ വരാനും നിങ്ങളെ കുറച്ച് പാട്ടുകൾ പാടി സന്തോഷിപ്പിക്കാൻ പറ്റിയതിലും. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കലാകാർക്കും, എന്നെ പോലെ തന്നെ എല്ലാ വളർന്നു വരുന്ന കലാകാർക്കും ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ തുടർന്നും ഈ ചാനലിനെയും എല്ലാം വരുന്ന കലാകാരെ എല്ലാം സപ്പോർട്ട് ചെയ്യുക. സന്തോഷം.